ഹലോ നമസ്കാരം ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എപ്പിസോഡിൽ നിന്ന് ഞാൻ നിൽക്കുന്നത് ഇടക്കൊച്ചി തന്നെയാണ്. നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല, പുതിയ ഷോപ്പുകളിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കുക്കിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നൊരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മച്ചിയാണ്, എൻ്റെ അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്താ വിഭവം, എന്താ വെറൈറ്റി എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം എന്താണെന്നുള്ളത്. ഇതാ വരുന്നു നമ്മുടെ കഥാനായകൻ. ഇതാ വരുന്നു. ഇതാണ് ലിവി. ഇതാണ് ഞാൻ പറഞ്ഞ നടൻ. ഇതാണ് ലിവി, എൻ്റെ ബെസ്റ്റ് പരിയാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പേരിൽ മാത്രമേ കോഴിയുള്ളൂ, ഈ സാധനത്തിൽ കോഴി ഇടാറില്ല. എന്താണ് സംഭവം, എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇവൻ എന്തായാലും ഇവിടെ കപ്പയൊക്കെ വന്നിരിക്കുന്നുണ്ട്. നീ എപ്പോഴും കപ്പരിയാൻ പിടിച്ചത്? പണ്ട് കാലത്തോടെ കപ്പയുള്ളതുകൊണ്ട് കപ്പ ഞാൻ പിടിച്ചത്. ഇതിൽ കപ്പ മാത്രമല്ലേ ഉള്ളൂ, കോഴിയൊന്നുമില്ല. കോഴിയൊന്നുമില്ല, വെറുതെ കൊതിപ്പിച്ച മനുഷ്യനാണ്. അപ്പോൾ ഈ സംഭവം കപ്പ വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ഇത് കണ്ണൂർ ഭാഗങ്ങളിൽ കിട്ടുന്ന ഈവനിങ് സ്നാക്സ് ആണ് സംഭവം. നമ്മൾക്ക് ഈ കൊച്ചിക്കാർക്കൊക്കെ ഇത് അറിയാവുന്ന എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ ഇത് കപ്പ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കോഴിക്കാലെന്നാണ് ഇതിൻ്റെ പേര്, പക്ഷേ കപ്പക്കാലാണ് സംഭവം, കപ്പ മാത്രമേ ഉള്ളൂ. എന്താണ് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഇനി അമ്മജി കാണിച്ചിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഞാനും കുറച്ച് നേരം ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ വന്ന് തിന്നാൻ തരില്ല.
അപ്പോൾ കപ്പ നല്ല ഇതുണ്ടോ, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ചെയ്യണ പോലെ കപ്പ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഞങ്ങളുടെ ലിവിംഗ് കൂട്ടിനെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വാ, ഇനി എന്താ പരിപാടി? അടുക്കളയിൽ പോകും. ഇതേ അതിലിടാൻ വേണ്ടി നമ്മൾ വേപ്പില പറിക്കാൻ വേണ്ടി വന്നേക്കണേണ്. സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റിലാണ് വേപ്പില മരമൊക്കെ ഉണ്ട് ഇവിടെ. തൽക്കാലം അവിടെ താഴത്തുള്ള വേപ്പില പറിക്കാൻ പോവാണ്. പറിച്ചോ, അങ്ങനെ ചെറുതാണല്ലേ. ബാക്കി എല്ലാം പൊക്കത്താ. ഇതിപ്പോ എന്തായാലും നമുക്ക് പറിക്കാൻ പറ്റില്ല. ഇവിടെ തന്നെയുള്ള നല്ല ഒന്നാന്തരം വേപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോണത്. വേപ്പിൽ ഇവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കണല്ലോ. ബാക്കി ഭയങ്കര പൊക്കത്താ, അല്ലെങ്കിൽ നമുക്ക് പറിക്കായിരുന്നു. ഓക്കെ, നല്ല സ്മെല്ല്. നേരത്തെ 4 മണി പലഹാരം വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണിത്. ഈ നിൽക്കണ കക്ഷിയാണ് നമുക്ക് ഇന്ന് ഇത് ഉണ്ടാക്കി തരാൻ പോണത്. കോഴിക്കാല ഉണ്ടാക്കി തരാൻ പോണത് അമ്മച്ചിയാണ്. കോഴിക്കാല ഉണ്ടാക്കി തരാൻ പോണത് അമ്മച്ചി. ഇത് നമ്മളുടെ കണ്ണൂരിച്ചാൻ്റെ തലശ്ശേരിയിലുള്ള നിങ്ങളുടെ ഒരു വിഭവമാണ്. ഓക്കെ, നമുക്ക് എളുപ്പം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, കപ്പ നമുക്ക് എല്ലാവർക്കും സുലഭമായിട്ട് കടകളിൽ കിട്ടുന്ന സാധനമാണ്. കപ്പ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. വണ്ണം പാടില്ല, നീളത്തിൽ തന്നെ വേണം. അരിഞ്ഞ് കഴുകി വാരി വെക്കണം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ഇത് ചതക്കൊന്നും വേണ്ട, ചതക്കണ്ട, അരിഞ്ഞെടുത്താൽ മതി. കുറച്ച് വേപ്പല, വേപ്പില ഇവിടുന്ന് പറിച്ചോണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കണ വേപ്പിലയാണെങ്കിൽ ഏറ്റവും നല്ലത്. പുറത്തുനിന്ന് മേടിക്കണ വേപ്പിലയാണെങ്കിൽ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുക്കണം. നമ്മളെ ചതിക്കും തമിഴന്മാർ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഓരോരുത്തരുടെ എരിവനുസരിച്ച് മാത്രം ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞപ്പൊടി, കടലമാവ്, ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ, തട്ടി കളയാൻ ആവശ്യമുള്ള മൈദ എടുക്കണം. ഉപ്പിൽ വറുത്ത് ഇനി ആ പൊടികളിലേക്ക് ഇതിലോട്ട് ഇത് കടലപ്പൊടി, കടലമാവാണ് ഇത്തിരി കൂടുതൽ ഇടേണ്ടത്. മെയിൻ ഇൻഗ്രീഡിയന്റ്. കടലമാവ് ഇട്ടിട്ട് കുറച്ച് മൈദ മാവും കൂടി
കുറച്ച് മൈദ. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് ഇടാറുണ്ട്. മൈദ ഇതെല്ലാം കൂടി കുഴച്ചിട്ട് വെള്ളം ഒഴിച്ച് കലക്കണം. നല്ല നൈസായിട്ട് കലക്കണം. അധികം വെള്ളം കൂടി പോവരുത്. ഇങ്ങനെ ഇതിലും വെള്ളം ലൂസായി പോയാൽ കപ്പയിൽ പിടിക്കൂല. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഇത് ഉപ്പുണ്ടാന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ട്. ആവശ്യത്തിന് ഉപ്പും എരിവും മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി വേറെ മസാല കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. മിക്സ് ഇത്രേ ഉള്ളൂ. പൊടികൾ ഇത്ര ഉള്ളൂ. ഇനി ഒരു കൈ കൂട്ടിത്. അതിനിപ്പോ കപ്പ ഇതിലാണ് മുക്കിയെടുക്കുന്നത്. കപ്പ സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയേക്കണ ഈ ഇതിൽ മുക്കിയിട്ട് പൊടിയിൽ മുക്കിയിട്ട് വറുക്കുകയാണ് ചെയ്യുന്നത്. കഴുകി വെച്ചേക്കണ കപ്പയാണിത്. കഴുകി വെച്ചേക്കണ കപ്പ ഇതിലോട്ടിട്ടിട്ട് നല്ലോണം പെരട്ടിയെടുക്കണം. അപ്പടി ഇടുന്നാലേ ഇത് വേണ്ട. കുറച്ച് ആവശ്യത്തിന് എടുത്താൽ പൊടിക്കെല്ലാം എടുത്താൽ ലൂസായി പോയാൽ ഇതിൽ പിടിക്കൂല, കപ്പയിൽ പിടിക്കൂല ഇതൊന്നും. അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം പാടില്ല. ആവശ്യത്തിന് മാത്രം വെള്ളം നോക്കി ഒഴിക്കുക. നോക്കി ഒഴിച്ചിട്ട് എടുക്കുക. ഇതിന്റെ പേര് കോഴിക്കാലം എന്നാണ് അവിടെ പറയണത്. തലശ്ശേരിയിലൊക്കെ നമ്മള് കപ്പക്കാലെന്നും പറയും. കോഴിക്കാലം എന്ന് പറഞ്ഞിട്ട് തന്നെ അവന് പറ്റിച്ച്. ഞാൻ ഓർത്ത് കോഴി വെച്ചുള്ള എന്തെങ്കിലും വിഭവമായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവനെ കള്ളം പുറത്താക്കിയത്. കപ്പ വെച്ചുണ്ടാക്കണ ഞാൻ പ്രത്യേകിച്ച് പറയും പ്രേക്ഷകരോട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറന്നു പോകില്ല കോഴിക്കാലം. ഓക്കെ. പെട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെക്കണ്ട, പൊങ്ങളൊന്നും ഇല്ല ഇത്. പിന്നെ വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ഇട്ടാല് നല്ലതാണ്. എന്നുവെച്ചാല് കപ്പ ഗ്യാസ് ആണെന്നാണ് പറയണത്. അതുകൊണ്ട് കപ്പ കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ വെളുത്തുള്ളി കൂടുതൽ ഇടണം. എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിക്കണം. നീളത്തില് ഒരു കെട്ടായിട്ട് പിടിക്കണം. ഇതാണ് കോഴിക്കാലായിട്ടിരിക്കണത്. കോഴിക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോഴിയുടെ കാല് പോലെ ഇരിക്കണല്ലേ, കോഴിക്കാലായിട്ട് ഇരിക്കണുണ്ട്. ഇത് നമുക്ക് എണ്ണ നോക്കാം. എണ്ണ ഒരുമാതിരി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് ഇതിലോട്ട് ഇടണം. അങ്ങനെ തന്നെ കിടക്കും, വിടർന്നൊന്നും പോകില്ല. മൈദയും കടലമാവും കൂടി ചേർത്ത് കുഴച്ചേക്കണോണ്ട് വിടർന്നു പോകില്ല. ഇങ്ങനെ പിടിച്ച് പിടിച്ച് നീളത്തിൽ ഇങ്ങനെ ഇടണം. പയ്യെ മറിച്ചിടണം. ഒരു ബ്രൗൺ നിറമാകണ വരെ ഇതിലിട്ട് മൊരിക്കണം. അപ്പം അത് നല്ലോണം മൊരിയൂല, കടുകടയൊന്നും മൊരിയൂല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളുത്തുള്ളി
പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇതെല്ലാം കൂടി മൈദ, കടലമാവ് എല്ലാം കൂടി കുഴച്ചേക്കണോണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇത് നമ്മുടെ വിഭവമാണെന്ന് പറയാൻ പറ്റൂല, തലശ്ശേരിക്കാരുടെ വിഭവമാണ്. നമ്മുടെ ഇവിടെ ആരും അങ്ങനെ നമ്മൾ ചായക്കടകളിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അവർക്കൊരു പ്രത്യേക ഇതാണിത്, പ്രത്യേക കടയുണ്ടല്ലോ ഇത് മാത്രം ഉണ്ടാക്കുന്ന കടകൾ. പ്രത്യേക ഇത് മാത്രം ഉണ്ടാക്കുന്ന കടയുണ്ടെന്ന്. നല്ല രസമായിരിക്കും അവിടുത്തെ ഇതിന്. കണ്ണൂരുള്ള ഞങ്ങളുടെ ഇച്ചാൻ്റെ പറഞ്ഞു കൊടുത്താണത്. വയറിനറിയൂ ഇങ്ങനത്തെ അല്ല ഇത്ര ഉണ്ടാവുന്നു. അത് വലിയ ചെടിച്ചട്ടിയിലൊക്കെ എല്ലാം ആക്കും. അത് അത്ര എണ്ണ ഒഴിക്കുമല്ല, ഇപ്പോഴും എണ്ണയല്ലേ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണയൊന്നും അധികം ചിലവാകില്ല, സാധാരണ ബജ്ജികൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള. വിട്ടു പോകുന്നോർത്ത് പേടിക്കണ്ട, വിട്ടൊന്നും പോകില്ല, അത് കൂടി പിടിച്ച് അവിടെ ഇരുന്നോളൂ. ഏകദേശം കുറച്ച് ബ്രൗണിഷ് ആകുമ്പോൾ നമ്മൾ എടുക്കും. അധികം മുരിച്ച് കളയണ്ട, അധികം മുരിച്ച് കളയേണ്ട ആവശ്യം. അധികം മുരിഞ്ഞാൽ കരിഞ്ഞ ഒരു ഇത് വരുമല്ലോ. ചെറിയൊരു ബ്രൗൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് മുരിച്ച് കളയേണ്ട ആവശ്യമില്ല, തെയ്യിരിക്കണം കാണാം. നമുക്ക് പതുക്കെ സാവധാനം ഉണ്ടാക്കി കൊടുത്തത്. ബാക്കി സാവധാനത്തെ അവൻ ഉണ്ടാക്കി കൊടുത്തത്. എന്തായാലും നമ്മുടെ സാധനം വാട കഴിക്കാം. ചായ നല്ല ചൂട് കട്ടൻ ചായ, കപ്പക്കാല് കട്ടൻ ചായ തുടങ്ങിയ കപ്പക്കാല്, അത് ഇറച്ചിക്കാല്, കോഴിക്കാല്, സോറി കോഴിക്കാല്. കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പ വേവിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല എണ്ണ കിടന്ന് നല്ല വെന്തിട്ടുണ്ട്. അടിപൊളി. വൈകിട്ട് വെറൈറ്റി ആയിട്ട് കപ്പ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൊള്ളാം. ഞങ്ങളിത് കഴിച്ചിരിക്കുക. ബാ അതിൻ്റെ പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങളിത് കഴിച്ചിരിക്കട്ടെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമുക്ക് ബൈ.